നമസ്കാരം. ഈ സ്കോർ 2-1 ഇംഗ്ലണ്ട് ജയിച്ചു എന്നുള്ള സ്കോറിലെ ഗോളിൻ്റെ എണ്ണം കാണുന്ന പോലുള്ള കളിയായിരുന്നില്ല. ഒരു ഉഗ്രം കളി, ഒരു ത്രില്ലർ സിനിമ കാണും പോലത്തെ എമ്മാതിരി നിമിഷങ്ങളാണെന്നറിയോ. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആക്രമണത്തിൻ്റെ അങ്ങേയറ്റം. അപ്പം തന്നെ ഇംഗ്ലണ്ട് അതിൽ ജയിച്ച് കയറുന്ന വിധത്തിലേക്ക് കളി ഉയർത്തുന്നു. ഇംഗ്ലണ്ട് നോർവേ പോരാട്ടം ചില്ലറ പോരാട്ടമായിരുന്നില്ല. അമ്മാതിരി ആസ്വാദ്യതയാണ് അതിൽ നിന്ന് കിട്ടിയത്. അതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയാമെന്ന് വെച്ചിട്ടാണ് വന്നത്. ഒടുക്കം മുഴുവൻ സമയവും കഴിഞ്ഞ് അധിക സമയവും പൂർത്തിയാക്കിയതിന് ശേഷമുള്ള സമ്പൂർണ്ണ ആധിപത്യത്തിൻ്റെ നിലയോടെ ഇംഗ്ലണ്ട് ജയിച്ചു എങ്കിലും ഏത് നിമിഷവും പാളിപ്പോയേക്കും എന്ന് തോന്നിപ്പിച്ച് മുന്നേറിയ ഒരു മത്സരമായിരുന്നു അത്. ഇംഗ്ലണ്ട് നോർവേ 2-1 തോൽപ്പിച്ച് സെമിഫൈനലിൽ എത്തുമ്പോൾ നോർവേ ഈ ലോകകപ്പിൽ എന്തായിരുന്നു എന്ന് നിങ്ങൾക്കറിയാലോ. ഈ ലോകകപ്പിലെ അത്ഭുത സംഘമായി മാറിയ ഹാലണ്ടും ടീമും നിരാശയോടെ മടങ്ങി എന്ന് പറയാം. കാരണം അവരുടെ പ്രതീക്ഷ അത്രയും ആയിരുന്നു. തോറ്റു എന്ന നിരാശ മാത്രമേ യഥാർത്ഥത്തിൽ അവർക്കുള്ളൂ. അല്ലാതെ ഈ ലോകകപ്പിൽ ഏറ്റവും ആഹ്ലാദിക്കാൻ വകയുള്ളത് ശരിക്കും നോർവേക്കാണ്. അവരെ സംബന്ധിച്ച് ചരിത്രം രചിച്ചാണല്ലോ മടങ്ങുന്നത്. വ്യക്തി മികവിൽ ഹാലണ്ട് ഉണ്ടാക്കിയ നേട്ടം നോർവേയെ സംബന്ധിച്ചും അസാധാരണ മുമ്പില്ലാത്ത നിലയിലേക്ക് അവരുടെ മികവിനെ ഉയർത്തുന്നതാണ്. ഞാൻ പ്രതീക്ഷിച്ചൊരു മത്സരം തന്നെയായിരുന്നു ഇത്. കാരണം നോർവേ ഇതുവരെ വന്ന വഴി ഇംഗ്ലണ്ടിൻ്റെ സാധ്യതകൾ അവരെപ്പം ഏത് നിമിഷവും ഉയർന്നു കളിക്കാവുന്ന ഒരു സംഘമാണ്. നമ്മുടെ ലോകത്തിൻ്റെ തന്നെ ഈ പ്രീമിയർ ലീഗിൻ്റെ കേന്ദ്രം ഉള്ളൊരു സ്ഥലമാണല്ലോ. അപ്പോൾ അവരുടെ മുന്നേറ്റം എങ്ങനെയും അത്രമാത്രം ഫുട്ബോളിൻ്റെ കരുത്തുള്ള രാജ്യമാണ് ഇംഗ്ലണ്ട്. അപ്പോൾ പല വിലയിരുത്തലുകളിലും നോർവേയുടെ ഇതുവരെയുള്ള മുന്നേറ്റത്തിൻ്റെയും ഹാലണ്ടിൻ്റെ ഫോമിൻ്റെയും ഒക്കെ ബലത്തിൽ ഒരു ഇംഗ്ലണ്ട് ട്രാജഡിയാണ് പലരും പ്രവചിച്ചിരുന്നത്. എന്നാൽ ഹാരി കെയ്നും ബെല്ലിംഗാമും സാക്കയും ഒക്കെ അടങ്ങിയ ഇംഗ്ലണ്ട് അത്ര സിമ്പിളായ ടീമല്ല. അവർ ഇന്ന് വന്നത് തന്നെ ജയിക്കാൻ തന്നെ തീരുമാനിച്ചിട്ടാണ്. നോർവേക്കും മുൻ പ്രകടനം ആവർത്തിക്കുക അനിവാര്യമായിരുന്നു. കാരണം അവർക്ക് മുന്നോട്ട് പോയേ പറ്റൂ. ആ ഒരു നിലയിലേക്ക് അവരുടെ മേലുള്ള പ്രതീക്ഷ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാടകീയതകൾ, കിടിലൻ മുന്നേറ്റങ്ങൾ ഒക്കെ നിറഞ്ഞ വൈകാരിക നിമിഷം, പ്രതീക്ഷ, നിരാശ ഒക്കെ നിറഞ്ഞ സമ്പന്നമായൊരു കളി അവസാനിച്ചു. അപ്പോൾ അതിൻ്റെ ആസ്വാദ്യതയിലാണ് ഞാനിപ്പോഴും അതിലാണ് ഇരിക്കുന്നത്. ഇതിപ്പോൾ എനിക്ക് മാത്രം തോന്നിയാതൊന്നും അറിയില്ല. കാരണം അങ്ങനെയുള്ള ആസ്വാദ്യതയാണ് എനിക്ക് കിട്ടിയെന്നുള്ളതുകൊണ്ട് എന്തായാലും അത് കണ്ട് കഴിഞ്ഞ ആളുകൾക്ക് കുറച്ചെങ്കിലും അതിൻ്റെ ഒരു ത്രില്ല് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും. കളി തുടങ്ങിയപ്പോൾ തന്നെ ഇംഗ്ലണ്ട് എന്തൊക്കെയോ ഉദ്ദേശിച്ചാണ് വന്നത് എന്ന് തോന്നിപ്പിച്ചിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചില ശ്രമങ്ങൾ ആദ്യ മിനിറ്റുകളിൽ. അതിനുശേഷം ഒരു 1/4 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴാണ് കളി കടുപ്പിച്ചത്. 16-ാം മിനിറ്റിൽ ഇംഗ്ലണ്ടിൻ്റെ ആദ്യത്തെ അറ്റാക്ക്. അതിനിടയിൽ മദ്വോക്കോയും ഒറൈലിയും ഒക്കെ നല്ല നീക്കങ്ങൾക്ക് ശ്രമിച്ചു. എന്നാൽ നോർവേ അസാധാരണമായി കിട്ടിയ അവസരം ആക്രമിച്ച് മുന്നേറുന്നത് കാണുമ്പോൾ ഇങ്ങനെയൊക്കെ ഇംഗ്ലണ്ട് കളിച്ചാലും ഏത് നിമിഷം ഒരു ഗോളടിച്ച് ജയിക്കും, നോർവേ ഒടുക്കം കളി കൊണ്ടുപോകുമോ, ഇംഗ്ലണ്ടിന് പാളിപ്പോകുമോ എന്ന് തോന്നിപ്പിച്ചിരുന്നു. അത് 36-ാം മിനിറ്റിൽ ശരിയായി. കാരണം ഇംഗ്ലണ്ട് നിരന്തരമായി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കിട്ടിയൊരു അവസരം നോർവേ ഗോളാക്കിയത്. ഹാരി കെയ്നിൻ്റെ ഒരു മുന്നേറ്റ ശ്രമത്തിനിടയിൽ പന്ത് തട്ടിയെടുത്ത് ബെർഗ നടത്തിയ നീക്കം ഗോളിൽ അവസാനിച്ചു നോർവേക്ക് അനുകൂലമായ. മാർട്ടിൻ ഒഡേഗാർഡ് നീട്ടി നൽകിയ പന്ത് ഷെഡറപ്പ് ഗോളാക്കി. ഇംഗ്ലണ്ട് ഗോളി ജോർദാൻ പിക്ഫോർഡ് പ്രതിരോധിക്കാൻ ശ്രമിച്ചുവെങ്കിലും കയ്യിൽ തട്ടി, പക്ഷേ അത് വലയിലേക്ക് തന്നെ പോയി. അത് കഴിഞ്ഞ് ഇംഗ്ലണ്ട് പിന്നെയും നന്നായി ശ്രമിച്ചു. എന്നാൽ 44-ാം മിനിറ്റിൽ മറ്റൊരു ഗംഭീര അവസരം കൂടി നോർവേക്ക് കിട്ടി. അത് കണ്ട് അവർ ഞെട്ടിപ്പോയി. ഇംഗ്ലണ്ടിൻ്റെ കളത്തിൽ നിന്ന് അലക്സാണ്ടർ സെർലോത്ത് പന്തുമായി മുന്നോട്ട് പോയി ഉറപ്പായും ഗോളാകുമായിരുന്നൊരു അവസരമായിരുന്നു. പക്ഷേ അവിടെ കാത്തുനിന്ന ഹാലണ്ടിന് കൊടുക്കാതെ മൂപ്പര് തന്നെ അടിച്ചു. അത് ഇംഗ്ലണ്ട് ഗോളി സ്റ്റോൺ തടയുകയും ചെയ്തു. അത് ചിലപ്പോൾ ഹാലണ്ടിന് കിട്ടിയിരുന്നെങ്കിൽ ഹാലണ്ട് ഗോളാക്കിയേനെ. എന്തായാലും ആദ്യ പകുതി അവസാനിപ്പിക്കുമ്പോൾ എങ്ങനെയെങ്കിലും ഗോൾ തിരിച്ചു പിടിച്ച് ഡ്രോ പിടിക്കുക എന്ന ഉദ്ദേശത്തോടെ, ഗോളടിച്ച് ഡ്രോ പിടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ ഇംഗ്ലണ്ട് പ്രയത്നിച്ചു. അങ്ങനെ തുടരൻ ശ്രമങ്ങൾക്ക് ശേഷം ബെല്ലിംഗ്ഹാമിൻ്റെ ഒരു ഗോളിൽ ഡ്രോ കിട്ടുകയും ചെയ്തു. ആൻ്റണി ഗോർഡൻ നൽകിയ പാസ് ബെല്ലിംഗ്ഹാം വലയിലാക്കി. അപ്പോൾ ഇംഗ്ലണ്ട് നിരയൊന്നാകെ ആശ്വസിക്കുകയായിരുന്നു. കാരണം ഡ്രോയിൽ എത്തിച്ചല്ലോ, ഇനി അടുത്ത സമയത്ത് ആദ്യ പകുതിക്ക് ശേഷമുള്ള സാധ്യത ഉപയോഗിക്കാം എന്ന് വിചാരിച്ചു. എന്നാൽ അത്ഭുതകരമായി മാറിയേക്കുമായിരുന്ന മറ്റൊന്നുകൂടി സംഭവിച്ചു. അടുത്തൊരു നിമിഷം ബെല്ലിംഗ്ഹാമിൻ്റെ പാസിൽ ഹാരി കെയ്ൻ നോർവേ വലയിലേക്ക് ഗോൾ എത്തിച്ചു. എന്നാൽ അത് ഗോളായില്ല, ഓഫ് സൈഡായിരുന്നു, ഗോൾ അനുവദിച്ചില്ല. എന്നാലും ഡ്രോയോടെ ഇടവേളയിലേക്ക് പോയി. ഇംഗ്ലണ്ടിന് ശ്വാസം നേരെ വീണു. 2-ാം പകുതി ഇംഗ്ലണ്ട് രണ്ടും കൽപ്പിച്ചുള്ള വരവാണ്. ജയിക്കാൻ തന്നെ ഇറങ്ങി തിരിച്ച തോന്നൽ ആദ്യം ഉണ്ടായി എന്ന് പറഞ്ഞില്ല. ആ മട്ടിൽ 2-ാം പകുതിയിൽ പിന്നെയും കുറച്ചുകൂടിയും ആക്രമണാത്മകമായി ഇംഗ്ലണ്ട്. ഒരു ഗോളിന് മുന്നിലെത്തിയ നോർവേയെ തിരിച്ചടിച്ച് സമനിലയിൽ പിടിച്ചിരിക്കെ അടുത്ത ഗോൾ നോർവേ അടിക്കും മുമ്പ് ഞങ്ങൾക്ക് അടിച്ച് മുന്നിലെത്തണം എന്ന വാശി ഇംഗ്ലണ്ടിനുള്ളതുപോലെ തോന്നിച്ചു. നോർവേ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഹാലണ്ടിന് ഒന്നും കാര്യമായി ചെയ്യാൻ പറ്റാത്ത വിധം ഇംഗ്ലണ്ട് നിര സജീവമായി. എന്നാൽ 55-ാം മിനിറ്റിൽ നോർവേ നടത്തിയൊരു വലിയ നീക്കം വലയിലെത്തി. പക്ഷേ അതിനിടയിൽ ജോൺ സ്റ്റോൺസിനെ തള്ളിയിട്ടത് കണ്ടെത്തി. അതോടെ ഫൗളായി. അത് റഫറി വാർ പരിശോധനയ്ക്ക് പോയി. മോണിറ്ററിൽ റീപ്ലേയിൽ ഫൗള് സ്ഥിരീകരിച്ചു. ഗോളില്ല, ഗോള് അനുവദിച്ചില്ല. 2-2 എന്ന പ്രതീക്ഷിച്ച നോർവേയുടെ നെഞ്ച് പിളർന്നാണ്
റഫറിയുടെ ആ തീരുമാനം എത്തിയത്. കാരണം അടിച്ചു ഗോളായില്ല എന്ന മട്ടിലേക്ക് ആണ് അതെത്തിയത്. എങ്കിലും നോർവേ പിന്നെ കനത്ത ശ്രമങ്ങൾ നടത്തി. 76-ാം മിനിറ്റിൽ ഒന്നടിച്ചു, പക്ഷേ ബാറിൽ തട്ടി പോയി. പക്ഷേ ഇംഗ്ലണ്ടിൻ്റെ ജയിക്കാനുള്ള കളിക്ക് റിസൾട്ട് അവസാനം കിട്ടുന്ന വിധത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോയി. നോർവേയുടേതാണെങ്കിൽ തോൽക്കാതിരിക്കാനുള്ള കഠിന ശ്രമവുമായിരുന്നു. കളി എക്സ്ട്രാ ടൈമിലേക്ക് കടക്കാതെ ഗോളടിക്കുക എന്നായിരുന്നു ഇരു കൂട്ടരുടെയും ശ്രമം. ഇംഗ്ലണ്ടിൻ്റെ ശ്രമങ്ങൾക്ക് മേൽക്കൈയും കിട്ടി, പക്ഷേ ഗോൾ കിട്ടിയില്ല. അങ്ങനെ മുഴുവൻ സമയവും ഇഞ്ചുറി ടൈമും കടന്നു. അതോടെ എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ടു. എക്സ്ട്രാ ടൈമിൻ്റെ തുടക്കത്തിൽ തന്നെ ഇംഗ്ലണ്ട് ഗോൾ നേടി. 93-ാം മിനിറ്റിൽ ബെല്ലിംഗ്ഹാമിലൂടെ രണ്ടാം ഗോൾ. അതോടെ 2-1 ഇംഗ്ലണ്ട് മുന്നിൽ. പകരക്കാരനായി എത്തിയ റോജേഴ്സിന്റെ നീക്കം തട്ടിയകറ്റി നോർവേ ഗോളി. എന്നാൽ ആ ബോൾ ഒരു നിമിഷം പാഴാക്കാതെ ഒറ്റ പാസിൽ അത് പിന്നീട് വലയിലേക്ക് തന്നെ അടിച്ച് ബെല്ലിംഗ്ഹാം ഗോളാക്കി. ഈ ലോകകപ്പിൽ 5-ാം ഗോൾ നേടി തൻ്റെ വ്യക്തിപരമായ സാധ്യത അദ്ദേഹം വർദ്ധിപ്പിച്ചു. ബെല്ലിംഗ്ഹാമിൻ്റെ കളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മൂപ്പരുടെ പ്രകടനവും മുഖത്തെ ഭാവവും ഒക്കെ നല്ല രസമാണ്. പിന്നെ മാന്യമായി കളിക്കുന്ന കളിക്കാരിൽ ക്ലബിൻ്റെ കളിയിലൊക്കെ അദ്ദേഹം മാന്യമായി കളിക്കുന്ന ഒരാളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന, ആസ്വദിക്കാവുന്ന ഒരാളാണ്. എക്സ്ട്രാ ടൈമിൽ എത്തിയതോടെ നോർവേ ദുർബലായി. നെഞ്ചിടിപ്പുണ്ടാക്കുന്ന ചില നീക്കങ്ങൾ ഉണ്ടായെങ്കിലും പതിവ് ഫോമിലെത്തിയില്ല. അതിൻ്റെ ഹാളണ്ടിനെ അടക്കം തിരിച്ചു വിളിച്ചു. സബ്സ്റ്റിറ്റ്യൂട്ടുകൾക്കും കാര്യമായി ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. ഒരേ ഒരു ടെൻഷൻ ഇംഗ്ലണ്ടിനായിരുന്നു. കാരണം ബെല്ലിംഗ്ഹാമിനെ ഇടക്ക് മാറ്റി. ബെല്ലിംഗ്ഹാം നല്ല ഫോമിലായിരുന്നല്ലോ അവസാനത്തെ നിമിഷങ്ങളിലാണ്. എന്നാലും ഏത് നിമിഷം എന്തും സംഭവിക്കാവുന്ന ഒരു കളിയല്ലേ. അതിൻ്റെ പിന്നാലെ നോർവേയുടെ ഒരു നീക്കവും നെഞ്ചിടിപ്പേറ്റി. എക്സ്ട്രാ ടൈമിൻ്റെ അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ നോർവേ നടത്തിയ ഒന്നിലധികം ശ്രമങ്ങളുണ്ട്. അതിലൊന്ന് ഗോളിനടുത്തെത്തി. എന്നാൽ നോർവേ ഗോളി ഒർഹാൻ നീലാൻഡ് രക്ഷപ്പെടുത്തുകയായിരുന്നു. മറ്റൊന്ന് വിട്ടുകൂടാത്ത കാര്യം, 99-ാം മിനിറ്റിൽ ഇംഗ്ലണ്ടിന് അനുകൂലമായി ഗ്രൗണ്ട് റഫറി വിളിച്ചൊരു പെനാൽറ്റിയാണ്. സ്പെൻസിനെ നോർവേയുടെ ഓസ്കാർ ബോർഡ് തടഞ്ഞു വീഴ്ത്തി. പിന്നാലെ പെനാൽറ്റി സാധ്യത കിട്ടി. റഫറി അങ്ങോട്ടേക്ക് സൂചന നൽകുകയും ചെയ്തു. പക്ഷേ വാർ പരിശോധനയ്ക്ക് പോയി. അവിടെ ഡിഫൻഡർ ഫൗൾ ചെയ്തില്ല എന്ന് കണ്ടെത്തി. നോ പെനാൽറ്റി, നോ ഫോൾ, നോ പെനാൽറ്റി. ഒടുക്കം എക്സ്ട്രാ ടൈമും കഴിഞ്ഞതോടെ ഇംഗ്ലണ്ടിൻ്റെ സെമി പ്രവേശനം തീരുമാനമായി. കളിയിലുടനീളം നോർവേയുടെ കനത്ത ഭീഷണിയെ മറികടന്ന് ഇംഗ്ലണ്ട് ഗംഭീര പ്രകടനം കാഴ്ചവെച്ചിരുന്നു. സ്റ്റാറ്റസ് നോക്കിയാൽ അതറിയാം. ഞാൻ സ്റ്റാറ്റസ് വായിക്കാം. 14 ഷോട്ട്സ് ഇംഗ്ലണ്ട് അടിച്ചു, നോർവേ 13. ഷോട്ട്സ് ഓൺ ടാർഗറ്റ് 5 എണ്ണം നോർവേ, 8 എണ്ണം ഇംഗ്ലണ്ട്. 47% പൊസിഷൻ നോർവേയുടെ കയ്യിലായിരുന്നു. എന്നാൽ 53% ഇംഗ്ലണ്ടിൻ്റെ കയ്യിലായിരുന്നു. 537 പാസുകൾ നോർവേയുടേത്, 606 പാസ് ഇംഗ്ലണ്ടിൻ്റേതായി. 86% പാസിന് അക്യുറസി നോർവേക്ക്, എന്നാൽ 91% അക്യുറസിയാണ് ഇംഗ്ലണ്ടിനുള്ളത്. 10 ഫൗൾസാണ് നോർവേക്ക്, 8 ഫൗൾസാണ് ഇംഗ്ലണ്ടിന്. ഒരു യെല്ലോ കാർഡ് നോർവേക്ക്, 0 യെല്ലോ കാർഡാണ് ഇംഗ്ലണ്ടിന്. അതേസമയം ഓഫ് സൈഡ് 1 മാത്രമാണ് നോർവേക്ക്, 5 ഓഫ് സൈഡാണ് പിന്നെ ഇംഗ്ലണ്ടിന്. അതിലൊരു ഗോൾ അടക്കം വരുമല്ലോ, അനുവദിക്കപ്പെടാത്ത ഗോള്. കോർണർ 7 കോർണർ നോർവേക്ക്, 4 കോർണർ ഇംഗ്ലണ്ടിന്. എന്തായാലും ഇംഗ്ലണ്ടിൻ്റെ അപ്രമാദിത്വം അല്ലെങ്കിൽ ആധിപത്യം എന്ന് പറയാവുന്ന അവസ്ഥ ഈ സ്റ്റാറ്റസിലുണ്ട്. പക്ഷേ നോർവേ അതിൻ്റെ ദൗർബല്യം കളിയിൽ ഗ്രൗണ്ടിൽ നമുക്ക് കാണുമ്പം, ഈ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുമ്പം ഗ്രൗണ്ടിൽ നോർവേക്ക് അത് പ്രകടമായിട്ടില്ല. ഒരു പരിധി കഴിഞ്ഞപ്പം അവർക്ക് ആ ദൗർബല്യം ഉണ്ടായിരുന്നുവെങ്കിൽ പോലും സമഗ്രമായ ഒരു കളിയിൽ തിരിച്ചു വരാനുള്ള ശ്രമങ്ങൾ നടത്തി നന്നായി ജയിക്കാൻ വേണ്ടി വന്ന തോന്നലുണ്ടാക്കി. പക്ഷേ അതിനനുസരിച്ച് ഉയരാൻ അവർക്ക് കഴിഞ്ഞില്ല. കാരണം ഇംഗ്ലണ്ട് നല്ല ഗംഭീര ഫോമിലായിരുന്നു. മാത്രമല്ല അവർ ഇങ്ങോട്ട് ഗോളടിക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് കളിച്ച് ജയിക്കാൻ വേണ്ടി വന്ന ടീമായി ഇംഗ്ലണ്ട് മാറുകയും ചെയ്തു എന്നുള്ളതാണ് അതിലേറ്റവും ഗംഭീരമായ കാര്യം. എന്തായാലും ഈ ലോകകപ്പിൽ അസാധാരണ പ്രകടനം കാഴ്ചവെച്ച നോർവേയുടെ വഴി അടച്ചത് ഇംഗ്ലണ്ടിൻ്റെ നിശ്ചയദാർഢ്യവും ലക്ഷ്യബോധവുമായിരുന്നു. പലപ്പോഴും ഹാളണ്ടിൻ്റെ നേതൃത്വത്തിൽ നോർവേ നടത്തിയ മുന്നേറ്റങ്ങളുടെ ബലത്തിൽ ഇംഗ്ലണ്ടിന് എന്ത് ചെയ്യാനാകും എന്ന ആശങ്ക പലർക്കും ഉണ്ടായി. പ്രത്യേകിച്ച് നോർവേയുടെ പല കളിക്കാരുടെയും ഫിറ്റ്നസ്സിനിടയിൽ ഇംഗ്ലണ്ടുകാർ എന്ത് ചെയ്യും എന്ന് ചിലരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ സാക്കയും ജോർഡനും മഡ്വെക്കയും അടക്കം ടീം ഒന്നാകെ ഗംഭീരമായി പെർഫോം ചെയ്തു. പരിക്കിലാണ് എന്ന വാർത്തകൾ വന്നിരുന്ന സമയത്തും ഹാരി കെയ്നിൽ ഇംഗ്ലണ്ടിന് പ്രതീക്ഷയുണ്ടായിരുന്നു. ആ സാന്നിധ്യം, കെയ്നിൻ്റെ സാന്നിധ്യം ഇംഗ്ലണ്ടിന് കരുത്ത് തന്നെയാണ് എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടു. എർവിൻ ഹാളണ്ടിൻ്റെ ഒറ്റയാൾ മുന്നേറ്റത്തിന് കാര്യമായ അവസരങ്ങളൊന്നും കിട്ടിയില്ല എന്നത് ഈ ലോകകപ്പിൻ്റെ ആദ്യ റൗണ്ട് മത്സരം മുതൽ ഇതുവരെയുള്ള മത്സരങ്ങൾ ഒരൊറ്റ മത്സരത്തിലാണ് ഹാളണ്ടിന് ഷൈൻ ചെയ്യാൻ കഴിയാതെ പോയത്. അത് ഈ മത്സരമാണ്. ഗോളടിക്കുക എന്നുള്ളത് മാത്രമല്ല, മറ്റൊരു തരത്തിലും മൂപ്പർക്ക് ഷൈൻ ചെയ്യാനേ കഴിഞ്ഞില്ല. ചില സമയത്ത് മൂപ്പരെ ആശ്രയിക്കാതെ ചില ടീം അംഗങ്ങൾ അല്ലെങ്കിൽ കളിക്കാർ വേറെ തരത്തിലേക്ക് മുന്നേറ്റം ഉണ്ടാക്കുന്നതും ശ്രദ്ധിക്കാൻ പറ്റി. എന്തായാലും ഹാളണ്ടിൻ്റെ ഇതുവരെയുള്ള പ്രകടനം ഇന്നത്തെ അല്ലെങ്കിലും എടുത്തു പറയണം. ഇന്നത്തതിൽ അദ്ദേഹത്തിന് എന്തു പറ്റിയെന്ന് അവർ പരിശോധിക്കുകയായിരിക്കും. എന്തായാലും ഹാളണ്ടിൻ്റെ ഗംഭീരമായ ചിറ്റിയും നിഷ്കളങ്കമായ പ്രകടനങ്ങളും ഈ ലോകകപ്പിൻ്റെ മറക്കാനാവാത്ത നിമിഷങ്ങളിൽ നിറഞ്ഞു നിൽക്കും. അദ്ദേഹത്തിന് അഭിമാനത്തോടെ മടങ്ങാം. ഇന്ന് നോർവേയുടെ ദിവസമായിരുന്നില്ല എന്ന് ആശ്വസിക്കുന്നതോടൊപ്പം നന്നായി കളിച്ച് തലയുയർത്തി തന്നെ ഈ ലോകകപ്പിൽ നിന്ന് നോർവേ മടങ്ങുന്നു എന്നത് അവർക്ക് ഇനിയുള്ള കാലത്ത് ഓർക്കാനുള്ള, അഭിമാനിക്കാനുള്ള വകുപ്പാണ്. ഇംഗ്ലണ്ട് പക്ഷേ ഗംഭീരമായി മെച്ചപ്പെട്ടു. ഗോൾ വീണാലും തിരിച്ചടിച്ച് ജയിക്കാൻ കെൽപ്പുള്ള ടീം എന്ന പ്രഖ്യാപനം കൂടിയാണ് ഇംഗ്ലണ്ടിൻ്റെ കളികൾ മിക്കതും. ഇത് അതിൻ്റെ ഒന്നാമത്തെ ഏറ്റവും മുന്നിൽ നിർത്താവുന്ന കളിയായി മാറി. ക്വാർട്ടർ ഫൈനലിലെ ഒരു മികച്ച കളി കണ്ടതിൻ്റെ ആഹ്ലാദത്തോടെ വിട. നന്ദി, നമസ്കാരം.